എന്തായാലും ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് തുടങ്ങി എന്നൊരു വാർത്ത വരുന്നുണ്ട്. കണ്ടെയ്നർ പൊട്ടിത്തെറിച്ചാണ് തീ ഉണ്ടായത് എന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. തീയണക്കലിന് പ്രാധാന്യം നൽകുന്ന സ്പെഷ്യൽ ഓപ്പറേഷൻ കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ലോവർ ഡെക്കിലും വെള്ളത്തിലും തീ പടരാതിരിക്കാനുള്ള പ്രഥമ പരിഗണന എന്നുള്ളതാണ് 24 ബിഗ് ബ്രേക്കിംഗിൽ ദീപക് ധർമ്മടം പറയുന്നത്. ദീപക്, ഇപ്പോൾ കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാ സജ്ജീകരണം ഉപയോഗിച്ചുകൊണ്ട് ഏത് വിധേനയും തീ അണയ്ക്കാനുള്ള കഠിന പ്രയത്നമാണ് അല്ലേ ദീപക്? ഓപ്പറേഷനിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ തീയാണിത്. അതായത് ഇപ്പോൾ ക്ലാസിഫിക്കേഷനിൽ ഇറ്റ്സ് എ ബിഗ് ഫയർ. അതുകൊണ്ട് തന്നെ അതിനൊരു കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് വേണ്ടി വരിക്കുന്നു. ആ ഫയർ ഫൈറ്റിങ്ങിലേക്ക് 5 കപ്പലുകൾ ഒരുമിച്ച് ശ്രമം നടത്തുകയാണ്. അതായത് രക്ഷാപ്രവർത്തനത്തിൽ തിരച്ചിൽ എന്നുള്ളതിനേക്കാൾ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഇപ്പോൾ തീ അണക്കലിനാണ്. കാരണം അല്ലെങ്കിൽ കടലിൽ വലിയ ഒരു അപായമുണ്ടായേക്കാം. കാരണം അപ്പർ ഡെക്കിൽ നിന്നും തീ പടരുന്നത് ലോവർ ഡെക്കിലേക്കാണ്. മാത്രമല്ല കാറ്റ് പ്രതികൂലമായ സാഹചര്യം തീർക്കുന്നു. പുറം കടലിലാണ്. കാറ്റിൻ്റെ ദിശാഗതി കൊണ്ട് തീ പടരാനുള്ള സാധ്യത. അതുകൊണ്ട് പ്രഥമ പരിഗണന ഈ ഓപ്പറേഷൻ കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് ഓപ്പറേഷനിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കോസ്റ്റ് ഗാർഡിൻ്റെ തലപ്പത്ത് നിന്നും നമുക്ക് കിട്ടിയ വിവരമാണ്. ഈ ഓപ്പറേഷൻ മോണിറ്ററിംഗ് സെൻറ്ററിൽ നിന്നും ലഭിക്കുന്ന വിവരം കമ്പൈൻഡ് ഫയർ ഫൈറ്റിങ്ങിലേക്ക് കടക്കുന്നു. അല്ലാതെ തിരച്ചിലിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അത് വലിയ അപായത്തിലേക്ക് കടക്കും. മാത്രമല്ല ഒരു വലിയ വിവരം കൂടി ലഭിച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ ആഷ്മി, ഇത് ഒരു കണ്ടെയ്നറിലുണ്ടായ പൊട്ടിത്തെറിയാണ് ഈ വലിയ അഗ്നിബാധയ്ക്കിടയാക്കിയത് എന്നുള്ളതാണ്. ആ പൊട്ടിത്തെറിയിൽ നിരവധി കണ്ടെയ്നറുകൾ കടലിലേക്ക് പോയിട്ടുണ്ട്. ഇതിലെ രാസദ്രവ്യങ്ങൾ എന്തെന്നത് കൃത്യമായി വ്യക്തമല്ലാത്തതുണ്ട്. രാസദ്രവ്യങ്ങളുടെ ഒരു എൻകൗണ്ടർ ഓപ്പറേഷൻ, കെമിക്കൽ എൻകൗണ്ടർ അവിടെ നടക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു കമ്പൈൻഡ് ഫയർ ഫൈറ്റിങ്ങിലേക്കാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. ഹാഷ്മി, കപ്പലിലെ തീ അണയ്ക്കാനുള്ള ഊർജിത ശ്രമങ്ങളിലാണ് എല്ലാവരും ഇപ്പോൾ ഉള്ളത്. ഏതെങ്കിലും തരത്തിൽ തീ അണക്കൽ തന്നെയാണ് പ്രഥമ പരിഗണന. നേരത്തെ കാണാതായ 4 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഒരു പക്ഷേ അവിടെ ബദലായി തുടരുമായിരിക്കും. പക്ഷേ തീ അണയ്ക്കുക എന്നതാണ് പ്രധാനം. അതുകൊണ്ടാണ് ഒരു കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി നേരത്തെ ദീപക് റിപ്പോർട്ട് ചെയ്തത്, അതിലൊരു കണ്ടെയ്നർ പൊട്ടിത്തെറിച്ചാണ് തീ ഉണ്ടായത് എന്നുള്ളതാണ്. ഇത്ര വലിയ അഗ്നിബാധയിലേക്ക് പോയത് എന്നുള്ളതാണ്. ഇതൊരു മേജർ തീപിടുത്തമാണ് എന്നിപ്പോൾ എന്തായാലും ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ എന്ത് വസ്തുവാണ് ഇന്ന് കത്തുന്നത് എന്ന സ്ഥിരീകരണമില്ലാത്തതുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി മാർഗ്ഗങ്ങളോട് തീ കെടുത്തുക എന്ന ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ ചേർന്ന്. വിഷ്ണു, എന്തെങ്കിലും പുതിയതായ അപ്ഡേറ്റ് ഉണ്ടോ? നേവിയുടെയോ കോസ്റ്റ് ഗാർഡിൻ്റെയോ പുതിയ വിവരങ്ങൾ വന്നിട്ട് കുറച്ച് സമയമാകുന്നു. വിഷ്ണു, എന്തുകൊണ്ടാണത്? കാശ്മീർ ഇതുവരെ അത്തരത്തിലുള്ള വിവരങ്ങൾ വന്നിട്ടില്ല. ഏകദേശം 1 മണിക്കൂർ പിന്നിടുന്നു നേവിയുടെ ഒരു അപ്ഡേഷൻ വന്നിട്ട്. ഇതുവരെ അങ്ങനെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ കമ്മ്യൂണിക്കേഷനിൽ ഒരു ചെറിയ ഗ്യാപ്പ് സംഭവിച്ചിട്ടുണ്ടാകാം. നിലവിൽ അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിലായിരിക്കാം വിവരങ്ങൾ വൈകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ഈ തീ നിയന്ത്രണമാക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ ആരംഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പർ ഡെക്കിൽ നിന്ന് ലോവർ ഡെക്കിലേക്ക് തീ പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് നടത്താറുള്ളത്. അതല്ല എങ്കിൽ സാധാരണഗതിയിൽ അവിടെ ഏത് ഭാഗത്താണോ തീ ഉണ്ടാകുന്നത് ആ മേഖല കേന്ദ്രീകരിച്ച് അവിടെ മാത്രം തീ അണക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. പക്ഷേ കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തു നിന്നും വെള്ളം ശ്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെള്ളം അടിച്ചുകൊണ്ട് അത് പൂർണ്ണമായും ഒഴിവാക്കാൻ, അതായത് കപ്പൽ പൂർണ്ണമായും നിയന്ത്രണ വിധേയത്തിലാക്കാനുള്ള ഒരു ശ്രമമാണ് പുരോഗമിക്കുന്നത്. അതിനൊരു പ്രധാന സാഹചര്യം ഇവിടെ ഉടലെടുത്തതിൻ്റെ കാര്യം എന്താണ് ഇതിലുള്ള വസ്തുക്കളെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ടെയ്നറിനകത്തുള്ള പൊട്ടിത്തെറിയാണ് എങ്കിൽ സ്വാഭാവികമായും അത് മറ്റ് കണ്ടെയ്നറുകളിലേക്കൊക്കെ പടർന്നു പിടിക്കാനുള്ള സാധ്യതയും അത് എക്സ്പ്ലോഡ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പക്ഷേ ഇപ്പോഴും ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഇന്ത്യൻ നേവിയുടെ ഭാഗത്തുനിന്ന് അത്തരം കാര്യത്തിൽ വന്നിട്ടില്ല. തീ പടരുന്നു, തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നതിനപ്പുറത്തേക്ക് മറ്റ് ഇതിലൊരു പക്ഷേ അടുത്ത ഘട്ടത്തിലൊക്കെ എന്താണ് കൂടുതൽ ചർച്ചയാവാൻ പോകുന്നത്. ഇപ്പൊ MSC എൽസാത്രി അതിലെ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു. നമുക്കിപ്പോഴും കൃത്യമായി എന്താണ് സംഭവം, എല്ലാവരും സൂക്ഷിക്കണം, അത് തുടരുത് എന്നൊക്കെ പറയുന്നതല്ലാതെ ഇപ്പോഴും അതിനുള്ള എന്താണ് എന്ന കാര്യം ഇപ്പോഴും നമുക്കറിയില്ല. ആ MSC കപ്പൽ കമ്പനി ഇതുവരെ അതിനെക്കുറിച്ച് കാര്യമായൊന്നും പറഞ്ഞിട്ടില്ല. ആ കമ്പനിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റുമുട്ടൽ വേണ്ട എന്ന് സർക്കാർ തീരുമാനിക്കുകയും ചെയ്യുന്നു. 2 വാങ്ഹായി 503 എന്ന കപ്പൽ ഇപ്പോൾ തീപിടിക്കുന്നു. ആ തീപിടുത്തത്തിലെ തീ നിയന്ത്രണ വിധേയമാക്കാൻ പോലും കഴിയാത്ത വണ്ണം എന്താണ് അതിലെ രാസവസ്തു നമുക്കറിയാതിരിക്കുന്നു. വിഷ്ണു, ഇത് നമ്മുടെ തീരമാണ്. നമ്മുടെ തീരത്ത് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും നമ്മളും നമ്മുടെ തീരദേശ ജനതയും കൂടിയാണ്. അപ്പോൾ ഈ പറയുന്ന കപ്പലുകളിലുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ് എന്ന കാര്യത്തിൽ കുറച്ചുകൂടി ഒരു സുതാര്യത വേണം എന്ന ആവശ്യം എന്തായാലും ഉയർന്നു വരില്ലേ വിഷ്ണു?
ഹാഷ്മി, അത് നമുക്ക് പറയാൻ മാത്രമാണ് സാധിക്കുക. കാരണം ഇതൊരു ഇന്റർനാഷണൽ കപ്പലാണ്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. ഈ കപ്പൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച ഈ ഷിപ്പിംഗ് മന്ത്രാലയത്തിന് തന്നെ ഔദ്യോഗിക വാർത്താ സമ്മേളനം ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്നായിരുന്നു ഈ കപ്പലിനകത്ത് എന്താണ് വസ്തുക്കളെന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമാക്കാനായിട്ടില്ല. അതോടൊപ്പം തന്നെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എന്താണെന്ന് ഇപ്പോഴും വ്യക്തമാക്കാനായിട്ടില്ല. സംസ്ഥാന സർക്കാർ ഒരു കേസുമായി മുന്നോട്ട് പോവുകയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്ന പ്രതികരണം അത് ഒരല്പം വലിയ പ്രൊസീജിയറാണ്. പ്രത്യേകിച്ച് ഇതൊരു ദുരന്തമായി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കപ്പൽ അപകടമായി ഈ എൽസാത്രിയുടെ അപകടത്തെ ഞങ്ങൾ കണക്കാക്കുന്നുണ്ട്. പക്ഷേ അതിലപ്പോഴും ഇതിൻ്റെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇന്റർനാഷണൽ നോമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതായത് രാജ്യാന്തര നോമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത്തരം തീരുമാനങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റുക. ഏകപക്ഷീയമായി ഏതെങ്കിലും തരത്തിൽ ഇന്ത്യൻ സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ഒക്കെ അത്തരം നിലപാടുകളിലേക്ക് പോകാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അത് ഈ അപകടത്തിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കാൻ പോലും ഒരു നോഡൽ ഓഫീസറെ വെക്കാം എന്നതിനപ്പുറത്തേക്ക് മറ്റ് ഈ കാര്യങ്ങൾക്കൊക്കെ പോകണമെങ്കിൽ അത് ഇന്റർനാഷണൽ നോംസ് അനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാകൂ. അതിൻ്റെ ഒരു തടസ്സം ഇവിടെ നേരിടുന്നുണ്ട്. അത് ഇന്റർനാഷണൽ നോംസിലടക്കം മാറ്റം വന്നാൽ മാത്രമേ ഈ കപ്പലിനകത്തുള്ള വസ്തുക്കളൊക്കെ എന്താണ് എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഇതൊരു ഇന്ത്യൻ നിർമ്മിത കപ്പലൊന്നുമല്ല, സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കപ്പലാണ്, ഇന്റർനാഷണൽ കപ്പലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് ഇപ്പോൾ ഇവിടെ വലിയ വെല്ലുവിളിയായി നമുക്ക് നിൽക്കുകയും ചെയ്യുന്നത്. ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ MSC എൽസാത്രി മുങ്ങുന്ന ഘട്ടത്തിൽ നമുക്കുണ്ടായ അതേ അവ്യക്തത, ആ സംഭവത്തിൽ നമ്മൾ എവിടെയാണോ ഒരു നിമിഷം നിന്നുപോയത് അതേ ഇത് സാധാരണഗതിയിൽ നമ്മൾ അറിയേണ്ട കാര്യമില്ല, തീരദേശം അറിയേണ്ട കാര്യമില്ല. ഇത് അങ്ങനെയല്ലല്ലോ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാകുമ്പോൾ ഏത് ഇന്റർനാഷണൽ അഫയേഴ്സ് ആണെങ്കിലും നമ്മുടെ ബേസിക് അവകാശമാണ് ഇതിനുള്ളിൽ നമ്മുടെ ജനതയെ ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനുള്ളത്. ഇനി ഏത് നിയമപ്രകാരമാണെങ്കിലും നമുക്ക് അറിയാൻ നമുക്ക് അവകാശമുണ്ട് വിഷ്ണു. ഹാഷ്മി, അതിനാണ് ക്ലാസിഫിക്കേഷൻ മാർഗം. അതായത് ഇത് ഇന്ന വസ്തു എന്നതിന് പറയുന്നതിനപ്പുറത്തേക്ക് 1, 2, 3 എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു നടപടിക്രമമാണ് സാധാരണഗതിയിൽ ഈ പോർട്ടുമായി ബന്ധപ്പെട്ട് കണ്ടെയ്നേഴ്സിൻ്റെ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. പക്ഷേ ഈ അപകടങ്ങളൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ അതിനൊരു മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ നമ്മൾക്കിങ്ങനെ ഈ അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പകച്ചു നിൽക്കേണ്ടി വരും.